പഠിച്ചേ? നമ്മളെന്താ പഠിച്ചേ? പറയടേ. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചേ? നിങ്ങളെന്താ റെസ്പോണ്ട് ചെയ്യാത്തേ? കോംപ്ലിമെന്ററി ആംഗിൾസിന്റെ സൈനും കോസും. അതായത് റേഷ്യോ ബിറ്റ്വീൻ ദ കോംപ്ലിമെന്ററി റേഷ്യോസ് അല്ലേ? സോറി, റിലേഷൻ ബിറ്റ്വീൻ ദ കോംപ്ലിമെന്ററി റേഷ്യോസ്. അത് നമ്മൾ പഠിച്ചു. ഇപ്പം കോംപ്ലിമെന്ററി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ കോംപ്ലിമെന്ററി റേഷ്യോസ്? ഏതൊക്കെയാ? വാട്ട് ഈസ് ദ കോംപ്ലിമെന്റ് ഓഫ് സൈൻ റേഷ്യോ? സൈനിന്റെ കോംപ്ലിമെന്റ് റേഷ്യോ ഏതാ? കോസ്. ആൻഡ് ടാനിന്റെ കോംപ്ലിമെന്റോ? കോട്ട്. സീക്കിന്റെ കോംപ്ലിമെന്റോ? ആൻഡ് സിമിലർലി വൈസ് വേഴ്സ എന്ത് പറയാം? കോസിന്റെ കോംപ്ലിമെന്റ് ഏതാ? സൈൻ. ആൻഡ് കോട്ടിന്റെ കോംപ്ലിമെന്റ് ഏതാ? ടാൻ. ആൻഡ് കൊസീക്കിന്റെ കോംപ്ലിമെന്റ് ഏതാ? സീക്ക്. സോ ദിസ് ഈസ് വാട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ എന്താ കോംപ്ലിമെന്ററി റേഷ്യോ. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഈ റിലേഷനെ നമ്മൾ ഈക്വാലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തു. എങ്ങനെ കൺവേർട്ട് ചെയ്ത്? സൈൻ ഓഫ് സം തീറ്റ, ലെറ്റ് ഇറ്റ് ബി തീറ്റ എന്ന് പറയുന്നത് കോസ് ഓഫ് ഡാഷിന് തുല്യമാണെന്ന് പറഞ്ഞു. ഏതാണ്? ഇവിടെ തീറ്റ ആണെങ്കിൽ ഇവിടെ എത്ര വരണം? ഇപ്പൊ കോസ് ഓഫ് എക്സിന് തുല്യമാകണമെങ്കിൽ എന്താണ് അതിന്റെ കണ്ടീഷൻ? ബിക്കോസ് ദിസ് റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ കോംപ്ലിമെന്റ് ആണ്. If sin theta is equal to cos x, what do you understand by this relation? Sin theta equal to cos x എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ what do you understand by this relation in the angles? Theta and x are that means theta plus x is equal to എത്രയായിരിക്കും? 90 degree. 90 അല്ലേ? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, if sin theta equal to cos x, then what you can say? Theta plus x must be equal to 90 degree. Or if theta plus x is equal to 90 degree, what it becomes? Sin theta equal to cos theta. Cos x. Sin theta is equal to cos x. Not only sin theta is equal to cos x. What else you can say about this? Tan theta is equal to cot x. ടാൻ തീറ്റ കോട്ടക്സിന് തുല്യമാവും. പിന്നെ സീക് തീറ്റ ഇസ് ഈക്വൽ ടു കോസീക് എക്സ്, പ്രൊവൈഡഡ് തീറ്റ പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അതായത് ഈ തീറ്റയും എക്സും കോംപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കണം. ദിസ് ഈസ് വാട്ട് വി ലേൺഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസിനെ ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പൊ ഇത് നന്നായി മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഇത് നന്നായി മനസ്സിലായോടെ? അപ്പൊ ഇനി ഇതിനകത്ത് ഞാൻ ചില കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് സൈൻ തീറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? വാട്ട് ഈസ് സൈൻ തീറ്റ? ഒന്ന് പറഞ്ഞേ. നമ്മൾ അതൊന്ന് റീകോൾ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. വാട്ട് ഈസ് സൈൻ തീറ്റ? പറഞ്ഞേ. Opposite side by hypotenuse. Okay, opposite side by hypotenuse. Very good. That is 1 by cosec theta. Very good. What else? cos 90 minus cos 90 minus theta. ഇവിടെ നമ്മൾ 90 minus theta കൊടുക്കാൻ കാരണം തീറ്റയുടെ കോംപ്ലിമെന്റ് ആയിരിക്കണം ഇവിടെ വരേണ്ടത്. അപ്പൊ നോക്കുമ്പോൾ 90 മൈനസ് തീറ്റ പ്ലസ് തീറ്റയാണ് എന്താ പറയുക? കോംപ്ലിമെന്റ് വരും. അപ്പൊ അതുകൊണ്ട് 90 മൈനസ് തീറ്റ ഇവിടെ കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തിനെ കുറിച്ച് പറയാം? സൈനിനെ കുറിച്ച് പറയാം. ഇനി വേറൊരു കാര്യവും കൂടെ, ഇതിൽ നിന്നൊരു റിലേഷനും കൂടെ നമുക്ക് പറയാം. എന്താണ്? സൈൻ തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ എത്രയായിരിക്കും? വാട്ട് ഈസ് സൈൻ തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ? ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. സൈൻ തീറ്റ ഇൻറ്റു വാട്ട് ഈസ് കൊസീക് തീറ്റ? ഇറ്റ് ഈസ് 1 ബൈ സൈൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ഗെറ്റ് ക്യാൻസൽഡ് അല്ലേ? എന്ത് വരും? 1 കിട്ടില്ലേ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അബൌട്ട് സൈൻ തീറ്റ. ഇനി അടുത്തത് ലെറ്റ്സ് മൂവ് ടു കോസ് തീറ്റ.
നിങ്ങൾ ഇതുപോലെ പറഞ്ഞേ കോസ് തീറ്റയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? Adjacent by hypotenuse. Okay, then 1 by sec theta. 1 by sec theta. Good. Sin of 90 minus theta. Sin 90 minus theta. അല്ലേ? Or ഇവിടെ എന്ത് പറയാം? Cos theta into Sec theta. sec theta എത്ര കിട്ടും നമുക്ക്? 1. അല്ലേ? Cos theta into sec theta എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാം. ശരിയല്ലേ? ഇനി അടുത്തത് ഏതാ? നമുക്കൊരു കാര്യം ചെയ്യാം, സീക്കും കൊസീക്കും കൂടെ ഡിഫൈൻ ചെയ്തിട്ട് ടാനിലേക്ക് പോകും. അതായിരിക്കും കുറച്ചും കൂടെ ഉചിതം അല്ലേ? സീക്കും കൊസീക്കും ഇത് എളുപ്പമല്ലേ? ഇത് നോക്കി ഇതിനെ പെട്ടെന്ന് പറയാമല്ലോ. ഒന്ന് പറഞ്ഞേ, എന്താണ് കൊസീക് തീറ്റ? ഞാൻ അതേ കളർ കൊടുക്കാൻ കാര്യം ഇത് റിലേറ്റഡ് ആണ്. എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ്. ദാറ്റ് മീൻസ് 1 by sin theta which is equal to, ഇവിടെ കോസിക് തീറ്റയെ നമുക്ക് മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം? 90 minus theta. Good. പിന്നെ നമുക്ക് എന്ത് പറയാം? സീക് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, സോറി കോസിക് തീറ്റ അല്ലേ? കോസിക് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത് എത്രയാ? 1. ശരിയല്ലേ? അടുത്തത് എന്താ? സീക് തീറ്റയെ കുറിച്ച്. സീക് തീറ്റ പറഞ്ഞേ. What is sec theta? Hypotenuse by adjacent side, which is equal to, what is sec theta? 1 by cos theta, which is equal to cosec or 90 minus theta. എന്താ കാര്യം? ഈ സീക് തീറ്റയുടെ കോംപ്ലിമെന്റ് ആണ് കൊസീക് തീറ്റ. അപ്പൊ അതുകൊണ്ട് ആംഗിൾസും കോംപ്ലിമെന്ററി ആയിരിക്കണം. അതുകൊണ്ടാണ് തീറ്റ ആണെങ്കിൽ ഇത് 90 മൈനസ് തീറ്റ ആയിരിക്കും. ആൻഡ് അനദർ റിലേഷൻ ഈസ് എന്താണ്? സീക് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എത്രയായിരിക്കും? 1 അല്ലേ? നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഏതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്? ഇനി അടുത്തത് നമുക്ക് ഏതിലേക്ക് പോവാം? കെൻ ഡിഫൈൻ വാട്ട് ഈസ് ടാൻ തീറ്റ. ഇവനാണ് കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? ടാൻ തീറ്റ എന്തൊക്കെ അറിയാം നിങ്ങൾക്ക് ടാൻ തീറ്റയെ കുറിച്ച്? വാട്ട് ഈസ് ടാൻ തീറ്റ? Opposite side by adjacent side. Opposite side by adjacent side. Okay, then sin theta by cos theta. ഇവിടെ എല്ലാം ഇൻവേഴ്സ് അല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇൻവേഴ്സ് പറയാം. 1 by ഏതായിരിക്കും? കോട്ട് തീറ്റ. കോട്ട് തീറ്റ. ഇവന് മാത്രമേ ഉള്ളൂ ഈ പ്രത്യേകത. ഏതാ ആ പ്രത്യേകത? ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ഇവന് മാത്രമേ ഉള്ളൂ ഈ പ്രത്യേകത. ഏതാ ആ പ്രത്യേകത? പറയോ? Complementary angle inverse. ഇവര് തമ്മിലുള്ള റിലേഷൻ രണ്ട് രീതിയിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന്, they are complementary pairs and another one is they are inverse to each other also. കണ്ടോ? പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെയല്ല. ഇവിടെ ഇൻവേഴ്സ് വേറെ, കോംപ്ലിമെന്ററി പെയർ വേറെ. ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ കോസും കോംപ്ലിമെന്ററി പെയർ കൊസീക്കും ആയിരുന്നു. ഇവിടെ സൈനിന്റെ കോംപ്ലിമെന്ററി പെയർ കൊസീക്കും ആയിരുന്നു. സൈനിൻ്റെതാണെങ്കിൽ ഇൻവേഴ്സ് എന്ന് പറയുന്നത് കൊസീക്കും, അതിന്റെ കോംപ്ലിമെന്ററി പെയർ ഏതായിരുന്നു? കോസും ആയിരുന്നു. പക്ഷെ ഇവിടെ ടാൻ തീറ്റയെ സംബന്ധിച്ചിടത്തോളം ടാൻ തീറ്റയുടെ ഇൻവേഴ്സ് കോട്ട് തീറ്റയാണ്, അതിന്റെ കോംപ്ലിമെന്ററി പെയറും കോട്ട് തീറ്റയാണ്. കണ്ടോ? ഇത് നിങ്ങളുടെ മനസ്സിൽ കിടക്കണം. ഓക്കെ, ദെൻ ഇനി പറഞ്ഞോ, നേരത്തെ പറഞ്ഞ പോലെ ഏതാ അടുത്ത? പറഞ്ഞോ. Sin theta by cos theta. സൈൻ തീറ്റ ബൈ അത് പറയാം മോളെ. അതിനു മുമ്പ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പറയാം. അത് കഴിഞ്ഞാ വേറെ sec theta by cosec. വെരി ഗുഡ്. സീക് തീറ്റ ബൈ കൊസീക് തീറ്റ. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഓടി വരണം. വേറെ cot 90 minus theta. കോട്ട് 90 മൈനസ് തീറ്റ അല്ലെ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് ടാൻ തീറ്റയെ കുറിച്ച് പറയാം. ദെൻ ഇവിടെ എന്ത് പറയാം? ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 1.
x1 അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഏതാ? കോട്ട് തീറ്റ. നിങ്ങൾക്ക് കോട്ട് തീറ്റയെ കുറിച്ച് എന്തൊക്കെ അറിയാം? adjacent line adjacent അല്ല line. opposite side. Okay. 1/tan 1/tan theta, which is equal to cos theta by sin theta. ഈ കോട്ട് നിങ്ങൾക്ക് ഈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റയ്ക്ക് സൈൻ ബൈ കോസ് ആണോ സീക്ക് ബൈ കൊസീക്ക് ആണോ എന്നുള്ള കൺഫ്യൂഷൻ ചിലർക്കൊക്കെ ഉണ്ടാവും. എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനത് മാറ്റിയെടുത്തത് എന്ത് ചെയ്യുന്ന CC എന്ന് ഓർമ്മിച്ച് വെച്ചു. കാരണം കോട്ട് തീറ്റ ആണെങ്കിൽ കോസ് തീറ്റയും കൊസീക് തീറ്റ ആയിരിക്കും ന്യൂമറേറ്റർ. അതുകൊണ്ടാണ് CC. കണ്ട, CC. അപ്പൊ കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ന്യൂമറേറ്റർ ആണ്, പിന്നെ സൈൻ തീറ്റ ആയിരിക്കുമല്ലോ അതിന്റെ ഡിനോമിനേറ്റർ. അതിന് കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു കൊസീക് തീറ്റ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഏതായിരിക്കും അതിന്റെ ഡിനോമിനേറ്റർ? ഏതായിരിക്കും? സീക് തീറ്റ. അപ്പൊ ഇത് നമുക്ക് എളുപ്പം ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലിട്ടേക്കാം, CC. അപ്പൊ കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ, ഓർ കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു കൊസീക് തീറ്റ ബൈ സീക് തീറ്റ. ദെൻ വേറെ എന്ത് പറയാം? വേറെ എന്ത് പറയാം? tan 90 minutes. ഇവിടെ എന്ത് പറയാം? കോട്ട് തീറ്റ ഇൻടു തീറ്റ ഈസ് ഈക്വൽ. അപ്പൊ നമ്മൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ പഠിച്ചത്. ഇത് വ്യക്തമായി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇതുവരെ പഠിച്ചതിന്റെ ശരിക്കും പറഞ്ഞാൽ ജിസ്റ്റ് ഓഫ് വാട്ട് യു ലേൺ ടിൽ നൗ, അതാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഞാൻ ആ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ ക്ലിയർ ആണോ? അതാണ് എനിക്ക് അറിയേണ്ടത്. ഫസ്റ്റ് പഠിച്ച പാർട്ട് എന്ന് പറയുന്നത് ഈ റേഷ്യോസ് ഡിഫൈൻ ചെയ്തു. റേഷ്യോ ഡിഫൈൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ഹൗ ഡു വി ഫൈൻഡ് ദ റെസ്റ്റ് ഓഫ് ദ റേഷ്യോ? ബിക്കോസ് രണ്ട് സൈഡ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ആണ്. തേർഡ് സൈഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ആ ലോജിക്കാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്, എല്ലാം കണ്ടുപിടിക്കും. അപ്പോൾ ഒരെണ്ണത്തിന്റെ വാല്യൂ അറിയാമെങ്കിൽ എല്ലാ, പിന്നെ അത് വെച്ചിട്ടുണ്ടാകുന്ന ചില റിലേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ സൈൻ സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ -2 എന്നൊക്കെ പറഞ്ഞ് പലതും ചെയ്തു. അത് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചത് എന്താ? കോംപ്ലിമെന്ററി എന്തായിരുന്നു? സ്പെസിഫിക് ആംഗിൾസ് അല്ലേ? റേഷ്യോസ് എന്താ നമ്മൾ ഡിഫൈൻ ചെയ്യുക, ചില സ്പെസിഫിക് ആംഗിൾസ്. ഏതൊക്കെയായിരുന്നു സ്പെസിഫിക് ആംഗിൾസ്? 0 ഡിഗ്രി, 30 ഡിഗ്രി, ദെൻ 45 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഈ 5 ആംഗിളിനും ഈ 6 റേഷ്യോസും ഏതൊക്കെ വാല്യൂസ് ആണ് തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചു. കാരണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അത് ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന സിറ്റുവേഷൻസ് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു. ഇത്രയാണ് നമ്മൾ ഇതുവരെയുള്ള എക്സസൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പുതിയതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സസൈസ് ഇതാണ്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നു, sin 40 by cos 50 ഇങ്ങനെ കിടക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ്. മാത്രമല്ല ഇവിടെ ഒരു കണ്ടീഷനും കൂടെ അവർ തന്നേക്കും, വിത്തൗട്ട് യൂസിങ് ട്രിഗണോമെട്രിക് ടേബിൾസ്. അപ്പൊ എന്താ ഈ വിത്തൗട്ട് യൂസിങ് ട്രിഗണോമെട്രിക് ടേബിൾ? You please don't check the value of sin 40 from the trigonometric table. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന നോൺ വാല്യൂസ് ഉണ്ട്, സ്പെസിഫിക് ആംഗിൾസിന്റെ വാല്യൂസ് ഉണ്ട്, ലൈക്ക് 60 ഡിഗ്രി, 30 ഡിഗ്രി ആൻഡ് ഓൾ. അത് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം അത് നിങ്ങൾ ടേബിൾ നോക്കിയിട്ട് ചെയ്യുന്നതല്ല. അത് നിങ്ങൾ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചതുപോലെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ അല്ലാതെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ലോഗരിതമിക് ടേബിളിൽ സൈൻ, നാച്ചുറൽ സൈൻസും നാച്ചുറൽ കൊസൈൻസും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അത് നോക്കിയിട്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് എഴുതിയ ആൻസർ കിട്ടത്തില്ല, ആൻസറും വാല്യൂറ്റ് ചെയ്യില്ല. അല്ല തന്നെ അത് ഭയങ്കര പാടുമാണ്. യു ഗെറ്റ് സം ഫ്രാക്ഷൻസ് ഹിയർ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. പക്ഷെ ഇതെങ്ങനെ ചെയ്യും? ഇവിടെ ലോജിക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ഇത് എടുത്തു നോക്കുക. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലായി സൈനും കോസും
they are two different ratios. അത് ഉറപ്പാണ് അല്ലേ? Sin and cos are two different ratios just because they are used for different angles here. അതുകൊണ്ടാണ് ഇവ തമ്മിൽ ഒരു കണക്ഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റാത്തതിന് കാരണം ഇത് ഡിഫറെന്റ് ആംഗിൾസ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ദേ ആർ ഡിഫറെന്റ് റേഷ്യോസ്. റെഫറൻസ് ആംഗിൾ ഡിഫറെന്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ റെഫറൻസ് ആംഗിൾ തമ്മിൽ ഒരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ആ കണക്ഷൻ? 40 plus 50 is equal to 90. We can see that 40 plus 50 is 90. So what type of angles are this 40 and 50? Complementary angles. ഇത് നിങ്ങളുടെ മനസ്സിൽ ഒരു ഫ്ലാഷ് പോലെ പെട്ടെന്ന് വർക്ക് ചെയ്യണം അല്ലേ? കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അപ്പൊ ഇത് കോംപ്ലിമെന്ററി ആംഗിൾസ് ആകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയണമെങ്കിൽ ഒന്ന് ഇത് രണ്ടും തുല്യമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആദ്യം തുല്യമാവേണ്ടത് ഏതാണ്? ഈ 50 മാറിയിട്ട് എത്ര വരണം? എപ്പോഴാണ് നമുക്ക് 2/2 ആണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് 1 എന്ന് എഴുതാം അല്ലേ? ഒരു വാല്യൂ കിട്ടി. ഇവർ 2/2 ഫോമിലാവണമെങ്കിൽ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ദ റെഫറൻസ് ആംഗിൾ ഷുഡ് ബി സെയിം. ശരിയാവണ്ടേ? റെഫറൻസ് ആംഗിൾ സെയിം ആയാലല്ലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേ? അപ്പൊ നമ്മുടെ ലോജിക്ക് നമ്മുടെ ആദ്യത്തെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആദ്യം ഇതിന്റെ റെഫറൻസ് ആംഗിൾ സെയിം ആക്കണമെന്ന് തോന്നും. ഒന്ന് ഈ 40 എത്രയിലോട്ട് മാറ്റണം? 50 മാറ്റാം, അല്ലെങ്കിൽ 50 40 മാറ്റാം. ഏത് ചെയ്യാം? എന്ത് ചെയ്യണം പറ? 50 40 മാറ്റണം. ശരി. അപ്പോ അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം ഡിനോമിനേറ്റർ ടു ബി ഡിസ്റ്റർബ്ഡ്. അപ്പം ന്യൂമറേറ്റർ അങ്ങനെ തന്നെ ഇടും sin 40. കാരണം നമ്മൾ we are going to change this reference angle to 40. So I changed that angle to 40 because നമുക്കറിയാം 50യുടെ കോംപ്ലിമെന്റ് ആണ് 40. പക്ഷെ ഈ ആംഗിൾ മാത്രം കോംപ്ലിമെന്റ് എഴുതാൻ പറ്റുമോ? നമ്മളിവിടെ യു ചേഞ്ച്ഡ് ദ ആംഗിൾ ടു ഇറ്റ്സ് കോംപ്ലിമെന്റ്. അങ്ങനെ കോംപ്ലിമെന്റിലേക്ക് മാറ്റിയാൽ അതിന് തുല്യമാകുന്നത് ഏതാ? വാട്ട് ഈസ് ഈക്വൽ ടു cos 50? അത് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. when do you say that cos 50 is equal to some dash 40? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ what ratio comes here? ഏത് റേഷ്യോ ഇവിടെ വരിക? Sin. എന്താ കാര്യം? ബിക്കോസ് 50യുടെ കോംപ്ലിമെന്റ് ആണ് 40 അല്ലേ? നമ്മൾ അതുകൊണ്ട് നമ്മൾ അതിന്റെ കോംപ്ലിമെന്റ് ഇവിടെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി ദ കോംപ്ലിമെന്റ് ഓഫ് ദ റേഷ്യോ ഷുഡ് ആൾസോ ബി പ്ലേസ്ഡ് ഹിയർ. എന്നാലേ നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ? ദേ ആർ ഈക്വൽ. അതായത് cos 50ക്ക് പകരം നിങ്ങൾ ഇവിടെ 50യുടെ സ്ഥലത്ത് 40 കൊടുത്തു കഴിഞ്ഞാൽ ഈ കോസിന് പകരം എന്ത് കൊടുക്കേണ്ടി വരും? നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് സൈൻ കൊടുക്കേണ്ടി വരും. ബിക്കോസ് ദ കോംപ്ലിമെന്റ് ഓഫ് ദ കോസ് ഷുഡ് ബി പ്ലേസ്ഡ് ഹിയർ. അത്രേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണ് ഈ കോംപ്ലിമെന്ററി ആംഗിൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞത്. അതായത് when you change the angle to its complement, correspondingly you change the ratio also to its complement. ഇതൊരു കണ്ടീഷൻ. ഇനി മറ്റൊരു കണ്ടീഷൻ എന്താ? if you change the ratio to its complement, then you change the corresponding reference angle also to the complement. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്താണ് ഞാൻ പറഞ്ഞത്? if എന്താണ് angle change to its complement means എന്താണ്? ratio also change to its complement. then അതുപോലെ if ratio change to its complement means then angle also change to its complement. ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ഞാനിത് പ്രത്യേകം പറയാൻ കാര്യം, നിങ്ങളത് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാർട്ട് വളരെ സിമ്പിളായി മാറും. നിങ്ങൾ വെറുതെ 90 - θ എന്ന് കാണാതെ പഠിച്ചൊന്നും ചെയ്യാൻ പോരുത്. പകരം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള ആ മെക്കാനിസം എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇവിടുത്തെ ലോജിക്കും മനസ്സിലാക്കി. കാരണം നമുക്കിത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദ റെഫറൻസ് ആംഗിൾ ഷുഡ് ബി സെയിം. അപ്പൊ റെഫറൻസ് ആംഗിൾ സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ 50 അതിന്റെ കോംപ്ലിമെന്റ് ആയ 40ലേക്ക് മാറ്റി. അപ്പൊ നമുക്ക് മനസ്സിലായി when you change the angle to its complement, then correspondingly you change the ratio also to its complement. So we change the ratio cos to its complement sin. So now it is sin 40 by sin 40. They are of the same ratio.
So you get the value 1. Clear? ഇത് മനസ്സിലായോ? Yes, sir. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ. ഇത് ഈ കണ്ടീഷൻസ് എല്ലാം ഇത് തന്നെ വിത്തൗട്ട് യൂസിങ് ട്രിഗ്നോമെട്രിക് ടേബിൾസ് ആണ്. ലെറ്റ്സ് ടേക്ക് അനദർ സിറ്റുവേഷൻ ലൈക്ക് seek 70 divided by cosec some 20. So ഇത് നിങ്ങൾ നോക്കിയേ, ഇവിടെ they are actually complementary ratios. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക്. We should check the angles, reference angle. 70 and 20. 70 plus 20 എത്രയാ കിട്ടുന്നത്? 90 ഡിഗ്രി അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി ഈ 70യുടെ കോംപ്ലിമെന്റ് ആണ് 20. അപ്പൊ അവിടെ there is a possibility to change this 20 to 70 എന്നുള്ളത് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ 70 to 20 ഏത് വേണോ ചെയ്യാം. ഏത് ചെയ്യാം? എന്ത് ചെയ്യാം പറ? 20 70 ആക്കും. 20 70 ആക്കും, അല്ലെങ്കിൽ 70 20 ആക്കാം. ഇപ്രാവശ്യം നേരത്തെ നമ്മൾ ഡിനോമിനേറ്ററിൽ എടുത്തു, ഇപ്പം ന്യൂമറേറ്റർ എടുക്കും. അപ്പൊ നമ്മൾ 70 എന്താക്കി മാറ്റുന്നു? 20 ആക്കി മാറ്റുന്നു. ഓക്കെ, cosec 20 is not disturbed because നമ്മൾ ഇതിനെയാണ് മാറ്റുന്നത്. ഏതിനെ? മുകളിലുള്ള 70യെ 20 ആക്കി. കാരണം നമുക്ക് ഒരേ ആംഗിൾ വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ 70 എടുത്ത് 20 ആക്കി 20 എടുത്ത് 70 ആക്കിയിട്ട് വല്ല കാര്യമുണ്ട്? അങ്ങനെയും ചിലർ ചെയ്തു വയ്ക്കും. അങ്ങനെ രണ്ടിനെയും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു ആൻസർ ഇല്ലാത്ത സിറ്റുവേഷൻ വരും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം യു ഡിസ്റ്റർബ് എനി ഓഫ് ദ ന്യൂമറേറ്റർ ഓർ ഡിനോമിനേറ്റർ. അപ്പൊ ഇവിടെ നമ്മൾ 70യെ 20 ആക്കി. അപ്പൊ 70 to 20 ഏത് റിലേഷനിലോട്ടാ പോയേ? എന്ത് റിലേഷനാണ് സംഭവിച്ചേ? We changed the angle to its complement. So correspondingly what you need to do? എന്ത് ചെയ്യണം? Ratio also to its complement. So what is the complement of sec? Cosec. Cosec. So നോക്ക്, cosec 20 by cosec 20 കിട്ടി. Automatically that got cancelled and you get answer 1. Another situation. Tan 10 into tan 80. അപ്പൊ ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് ഈ സിറ്റുവേഷൻ വന്നത്. അതിന്റെ റീസൺ നമുക്ക് പിന്നെ അന്വേഷിക്കാം. എങ്കിലും നിങ്ങൾ നോക്കിയേ, ടാൻ ഇൻറ്റു ടാൻ അവിടെ എന്താ വരാ? ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷെ നോക്കുമ്പോൾ ഈ ആംഗിൾസ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്താണ്? 10 and 80. What is the sum of 10 and 80? 90. So the angles are complementary. അപ്പൊ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു ഇൻസൈറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഈ റിലേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വേണം. എന്താണ്? ഇഫ് തീറ്റ സെയിം ആണെങ്കിൽ, രണ്ടിനും തീറ്റ ആണെങ്കിൽ, ടാനും കോട്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ് കിട്ടാൻ പോകുന്നത്? ബിക്കോസ് വി നോ ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ 1 by tan theta, tan theta get cancelled and so you get 1. അപ്പൊ ഈ റിലേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തണം. ഇവിടെ ആ റിലേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ സീക് തീറ്റയും സൈൻ തീറ്റയും കൊസീക് തീറ്റ ആയിരിക്കണം. അങ്ങനെയും വരും, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ബട്ട് ഇവിടെ ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ എന്നുള്ള റിലേഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞേ. ഇവിടെ ടാൻ 10 ഇൻറ്റു ടാൻ 80. അപ്പൊ അതെന്താ ചെയ്യുക? പറഞ്ഞേ. എന്ത് ചേഞ്ച് ചെയ്യണം? എന്ത് ചേഞ്ച് ചെയ്യും? പറഞ്ഞോളൂ. എന്താ ചേഞ്ച് ചെയ്യേണ്ടി വരിക? 80യെ 10 ആക്കുക. അപ്പൊ ടാൻ 10 ഇറ്റ് റിമെയിൻസ് ആസ് ടാൻ 10 only. Our aim is to change this 80 to corresponding complement. So 80യുടെ complement എന്ന് പറഞ്ഞാൽ 10 ആണ്. But when you change the angle to its complement, correspondingly you change the ratio also. അല്ലെ? What is the complement of tan? Cot. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലെടുത്തിടാൻ പറ്റും. അപ്പൊ tan 10 into cot 10. What is tan 10 into cot 10? 1. Because you know it is tan 10 into 1 by tan 10. അല്ലെ? ഇത് നമ്മുടെ മനസ്സിൽ കിടന്നാൽ മതി. കാരണം നമുക്കറിയാം ഇത് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അത് ഒന്നായിരിക്കും. ഞാൻ ഇവിടെ എഴുതിയെന്നുള്ളതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. കേട്ടോ, ഇതൊക്കെ ഒരു ആപ്ലിക്കേഷൻ ആണ്. സി, വി ഹാവിൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ദ വാല്യൂ ഓഫ് വാട്ട് tan 10 here. We haven't substituted the value of tan 80 also. But without substituting that values, we got the answer as what? അത് ഇൻട്രസ്റ്റിംഗ് അല്ലേ?
അത് എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടാൻ കാര്യം എന്താ? വി ജസ്റ്റ് ഹാവ് യൂസ്ഡ് ദ കോംപ്ലിമെന്ററി റിലേഷൻ ബിറ്റ്വീൻ ദീസ് റേഷ്യോസ്. അടുത്ത നോക്കിയേ, സൈൻ തീറ്റ ഇൻറ്റു തീറ്റ കൊടുക്കണം, സൈൻ 60 60 കൊടുത്താലും കുഴപ്പമില്ല, ഇൻറ്റു സീക്ക് 30. സൈൻ 60 ഇൻറ്റു സീക്ക് 30. നമുക്കറിയാം സൈനും സീക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അപ്പൊ ഇൻറ്റു റിലേഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട ഈ മുകളിലത്തെ സിറ്റുവേഷൻ ആണ്, മൂന്നാമത്തെ സിറ്റുവേഷൻ. എന്താണ് ഇൻറ്റു റിലേഷൻ വരുമ്പോൾ ഓടിയെത്തേണ്ടത്? See, when you are asked to find the ratio, നമ്മുടെ അടുത്ത് റേഷ്യോ കണ്ടുപിടിക്കാൻ പറയുന്ന സമയത്ത് നമ്മളെ മനസ്സിലേക്ക് ചില കോൺസെപ്റ്റ്സ് ഓടി വരണം. when two values multiplied, അവിടെ ഒരു റിസൾട്ട് കിട്ടണം വിത്തൗട്ട് യൂസിങ് ദ വാല്യൂസ്. അപ്പൊ നമ്മൾ ആ വാല്യൂസ് യൂസ് ചെയ്യാതെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്കറിയാം ഒന്നീ മറ്റൊന്നിന്റെ ഇൻവേഴ്സ് ആയാൽ മാത്രമേ പറ്റുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദിസ് sec 30 ഈസ് നോട്ട് ദ ഇൻവേഴ്സ് ഓഫ് സൈൻ 60. അപ്പൊ സൈൻ 60യുടെ ഇൻവേഴ്സ് എന്താണ് സൈൻ 60യുടെ ഇൻവേഴ്സ്? വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് സൈൻ 60? cosec 60. അപ്പൊ ഇവിടെ cosec 60 ആയിരുന്നു എങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു അല്ലെ. ഇഫ് ഇറ്റ് വാസ് cosec 60 നമ്മൾ തകർത്തനെ. പക്ഷെ ഇവിടെ cosec 60 അല്ല. ബട്ട് എനി പോസിബിലിറ്റി ഈസ് ദെയർ ടു ഗെറ്റ് ഇറ്റ് ആസ് വാട്ട് cosec 60. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സൈൻ 60 അതേപോലെ തന്നെ എഴുതും. ബട്ട് ഈ സീക്കിന് പകരം അതിന്റെ കോംപ്ലിമെന്റ് കൊടുക്കുക. കാരണം നമ്മൾ ഈ 30 ഡിഗ്രി മാറ്റിയിട്ട് അതിനെ 60 കൺവേർട്ട് ചെയ്തു. എന്നിട്ട് അപ്പൊ 30 to 60 means we have changed the 30 degree to its complement, what 60. And then the same logic to be applied here also. Sec also to be what changed to its complement. What is the complement of sec? Cosec. So sin 60 into cosec 60. It is like sin theta into cosec theta, like tan theta into cot theta. What is the result? എന്താ കിട്ടുക? എന്താണ് കിട്ടുക? 1. ഈ ലോജിക്ക് ഞാൻ ഈ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ? ഞാൻ ഈ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് നന്നായി മനസ്സിലാക്കി വേണം പോവാൻ. ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ അത് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇപ്പൊ മറ്റൊരു സിറ്റുവേഷൻ പറയാം. ഇനി ഇതിൽ വരുന്ന സിറ്റുവേഷൻ, സോ ഞാൻ ഇൻവേഴ്സ് വരുന്ന രീതിയും പറഞ്ഞു തന്നു. അല്ലാതെ ഇപ്പൊ ഈക്വൽ ഇപ്പൊ തന്നെ ഇങ്ങനെയും ചോദിക്കാം. tan 1 degree divided by cot 89 degree. ഇതെന്തായിരിക്കും? ആരാ പറയുക? അഭിഷേക് പറഞ്ഞേ. അഭിഷേക് ഉണ്ടോ? പറ. what do you do? tan 1ന്റെ കോംപ്ലിമെന്റ് എടുക്കും. what is tan 1ന്റെ എന്ന് ഉദ്ദേശിക്കുന്നത്? either you take the complement of tan or both. റെഫറൻസ് ആംഗിൾ 1 degree 1 ഡിഗ്രിയുടെയും കോംപ്ലിമെന്റ് എടുക്കണം, കറസ്പോണ്ടിങ്ങിൽ കോംപ്ലിമെന്റ് എടുക്കണം. കാരണം നമുക്ക് ഒരെണ്ണത്തിന് മാത്രമായിട്ട് അങ്ങനെ എടുത്ത് ഇതിന് ഈക്വൽ ആവത്തില്ല, അതുകൊണ്ടാണ് അല്ലെ. അപ്പൊ വാട്ട് ഈസ് ദ കോംപ്ലിമെന്റ് ഓഫ് 1 ഡിഗ്രി? ഇറ്റ് ഈസ് 89. അപ്പൊ ടാന്റെ കോംപ്ലിമെന്റ് എന്താണ്? കോട്ട് ഡിവൈഡഡ് ബൈ അതർ വൺ ഇസ് നോട്ട് ഡിസ്റ്റർബ്ഡ് അല്ലെ. കാരണം അത് നമുക്ക് അങ്ങനെ കിടന്നാലേ പറ്റുള്ളൂ. രണ്ടും കൂടെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരിടത്തും എത്താതെ പോകും. അപ്പൊ 89 is equal to 1. ക്ലിയർ അല്ലേ? ഓക്കെ, ഗുഡ്. ഞാൻ ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ഇതാദ്യം ഒന്ന് ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുമല്ലോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന്, എന്നിട്ട് നമുക്ക് അതിലെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്ക്, നിങ്ങളിവിടെയാണ് സൈൻ 3a is equal to cos a minus 26 degree, where 3a is an acute angle, find the value of a. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത് പറഞ്ഞേ. 3a and a minus 26നെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ സൈൻ ഇസ് ഈക്വൽ ടു കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സൈനും കോസും തമ്മിൽ എന്ത് റിലേഷനാണ്?
what is the relation between Complementary. complementary relation? If the ratios, the complementary ratios are equal, what does it mean? Angles are complementary. Angles are complementary. So that ends the answer. കാര്യം എന്താ നമുക്കറിയാം, since ratios are complementary, their angles should also be complementary because they are connected with this sign. ഏത് സൈനാ? Equal sign. അപ്പൊ അതിന്റെ അർത്ഥം 3a plus a minus 26 എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 90 degree. 90 ഡിഗ്രി ആയിരിക്കണം. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ടെക്സ്റ്റ് ബുക്കിൽ പറയണത് പോലെയല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? 3a plus a minus 26 എന്തായിരിക്കും എന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് കോംപ്ലിമെന്ററി അല്ലേ? അപ്പൊ 3a plus a 4a. 4a is equal to 90 plus 26. That is 4a is equal to എത്ര? 116. ആണോ ഡേ? Then what is a? Yes, sir. 116 by 4. What is that? നിങ്ങൾ എന്താ മിണ്ടാത്തെ? 29 ഡിഗ്രി. അപ്പൊ ഇത് നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിൽ കിടക്കണം. ഇത് ഇവർ ചെയ്തിരിക്കുന്ന രീതിയിൽ ചെയ്യാൻ പോകണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഈ 90 മൈനസ് 3 എന്നുള്ള കോൺസെപ്റ്റിനെക്കാട്ടിയും എളുപ്പമല്ലേ ഞാനിപ്പോ പറഞ്ഞെന്ന കോൺസെപ്റ്റ്? നമ്മൾ ഇങ്ങനെ പഠിക്കുന്നതല്ലേ നല്ലത്? ബിക്കോസ് റേഷ്യോ എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ആണ്. സോ കറസ്പോണ്ടിംഗ്ലി വാട്ട് ദ ആംഗിൾ ഷുഡ് ആൾസോ ബി കോംപ്ലിമെന്റ് ബിക്കോസ് ദേ ആർ കണക്റ്റഡ് വിത്ത് ദ സൈൻ ഈക്വൽ. അപ്പൊ ഈക്വൽ ആവുകയാണെങ്കിൽ ഇതാണ് കണ്ടീഷൻ. എന്താ? നമുക്കറിയാം, ഇഫ് സൈൻ എ ഇസ് ഈക്വൽ ടു കോസ് എക്സ്, ഇഫ് ഇറ്റ് മീൻസ് വാട്ട്? ദെൻ എ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു, ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. അത് എല്ലാ സ്ഥലത്തും നമ്മൾ അത് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ കം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻസ്. ഇത് നോക്കിയേ, സൈൻ 18 ബൈ കോസ് 72 ചെയ്യാൻ പറ്റൂലേ? ചെയ്യാൻ പറ്റും. ഓക്കെ, സോറി. ഇത് tan 26 ബൈ കോട്ട് 64 ചെയ്യാൻ പറ്റൂലേ? കോസ് ഇത് വേറൊരു ടൈപ്പ് ഞാൻ പറയാൻ മറന്നു. സോറി, നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ചെയ്യാം. എല്ലാം ഒരുപോലെ തന്നെ, നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓരോ ടൈപ്പ് ഇട്ടേക്കുന്നത്. കോസ് 48 മൈനസ് സൈൻ 42. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു, ആരാ പറഞ്ഞു തരാ? ജസ്റ്റിൻ ഒന്ന് പറഞ്ഞേ. cos 48 minus sin 42. എന്ത് റിലേഷൻസ് ആ തോന്നുന്നത് ഇവ തമ്മിൽ? 48 പ്ലസ് 42 എന്ന് പറയുന്നത് 90 ആണ്. അതിന്റെ അർത്ഥം ഇത് തമ്മിൽ ഡിഫറൻസ് നമുക്കൊരു വാല്യൂ കിട്ടണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം? അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ഇൻസൈറ്റ് പോലെ വരാനുള്ളതാണ്. ഇത് എന്തായിരിക്കണം? എപ്പോഴാണ് നമുക്കൊരു വാല്യൂ കിട്ടുക വിത്തൗട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് സൈൻ 45 ഓർ കോസ് 48? എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഈ സൈൻ 42 തന്നെ ഇവിടെ വരികയോ അല്ലെങ്കിൽ കോസ് 48 ഇവിടെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ കോസ് 48 മൈനസ് കോസ് 48 0 എന്നുള്ള വാല്യൂ കിട്ടും എന്നറിയാം അല്ലേ? അപ്പൊ ഇവിടെ അതിന്റെ അർത്ഥം ഇതെങ്ങനെ അങ്ങനെ ആക്കാൻ പറ്റും എന്നാവും. അതിന്റെ അർത്ഥം ഫസ്റ്റ് ഓഫ് ഓൾ യു ചേഞ്ച് ദിസ് 48 ടു 42 ഓർ 42 ടു 48. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 48 ഡിഗ്രിയെ ഞാൻ 42 ഡിഗ്രി ആയിട്ട് മാറ്റി, മൈനസ് സൈൻ 42 അതുപോലെ. ഇനി പറഞ്ഞേ ഇത് 42 ആക്കി. അപ്പൊ അത് 42 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോംപ്ലിമെന്റ് ഓഫ് 48. സോ കറസ്പോണ്ടിംഗ്ലി ദ കോംപ്ലിമെന്റ് ഓഫ് കോസ് ഷുഡ് ബി പ്ലേസ്ഡ് ഹിയർ അല്ലേ? എന്താണ് കോസിന്റെ കോംപ്ലിമെന്റ്? സൈൻ. So sin 42 minus sin 42 equal to 0. Clear? Clear അല്ലേ? അത് തന്നെയാണ് നമുക്ക് ഇതും ചെയ്യാൻ പറ്റും ഇങ്ങനെ തന്നെ. ഇനി tan 48 into tan 23 into വളരെ രസകരവും സിമ്പിളുമാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം എന്താ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒന്നെന്ന് കിട്ടാനാ പറയണത്. ഈ 48ന്റെ കോംപ്ലിമെന്റ് എവിടെയെങ്കിലും ഉണ്ടാടേ? ഉണ്ടോ? ഏതാ?
42. 42 ഉണ്ട്. ഇനി അതുപോലെ തന്നെ 23യുടെ കോംപ്ലിമെന്റ് ഉണ്ടോ? 67. 67. അപ്പൊ പിന്നെ കഥ കഴിഞ്ഞു. 67. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മാത്രം മതി. എന്താ ആദ്യത്തെ സ്റ്റെപ്പിൽ tan 48 ഇൻറ്റു tan 42 ഇൻറ്റു അത് നമുക്ക് എഴുതാമല്ലോ, കാരണം ഇത് എന്താണ് വാല്യൂസ് ആണ്. സോ വാല്യൂസ് മീൻസ് ദേ ആർ റാഷണൽ നമ്പർ ഓർ ഇറാഷണൽ നമ്പർ whatever it is, ദേ ആർ എന്താണ് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണം മൾട്ടിപ്ലൈ ചെയ്യാം ഇൻ എനി ഓർഡർ. tan 23 ഇൻറ്റു tan 67 which is equal to, we have taken the LHS, which is equal to, ഇനി ഇതിനെ നമുക്കറിയാം എന്താ ഇൻറ്റു വരികയാണ്, അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ഇവിടെ വരണം. സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. tan 48 ഇൻറ്റു ഇവിടെ കോട്ട് എഴുതിയിട്ട് 42ന്റെ കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് 48, ബിക്കോസ് വി നോ വെൻ ദ കോംപ്ലിമെന്റ് ഇൻവേഴ്സ് റിലേഷൻ ഹോൾഡ്സ് ഫോർ ദ മൾട്ടിപ്ലിക്കേഷൻ, അപ്പോഴേ നമുക്ക് ഇവിടെ വാല്യൂ കിട്ടുള്ളൂ. ഇനി അടുത്ത tan 23 ഇൻറ്റു ഇൻവേഴ്സ് ഓഫ് 67 ദാറ്റ് ഈസ് 23 കറസ്പോണ്ടിംഗ്ലി cot 20. So tan 48 into cot 48 is 1 into tan 23 into cot 23 also 1. So which is equal to 1. കണ്ടോ? മനസ്സിലായോ ചെയ്ത് മനസ്സിലായോടെ? Yes. Yes, sir. അടുത്തത് അടുത്ത ക്വസ്റ്റ്യനും നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ ക്വസ്റ്റ്യൻ. cos 38 ഇൻറ്റു cos 52 മൈനസ് sin 38 ഇൻറ്റു sin 52 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൈനസ് ഇത് എന്ന് പറയുമ്പോൾ ഈ പാർട്ടും ഈ ടേമും തുല്യമായിരുന്നു എങ്കിൽ നമുക്ക് 0 കിട്ടിയേനെ. അപ്പോൾ ഇത് തുല്യമാക്കുക എന്നുള്ളതായി നമ്മുടെ ലക്ഷ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ എങ്ങനെ തുല്യമാക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് cos 38 ഇൻറ്റു cos 52 ആണെങ്കിൽ ഇവിടെ എങ്ങനെ cos 38 ഇൻറ്റു cos 52 ആക്കാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെ പറ്റുമോടെ? ഇവിടെ cos 38ന് പകരം sin 38 കിടക്കുന്നത്. അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് പറ്റൂല എന്ന് തോന്നും അല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഇത് 0 ആവണമെങ്കിൽ ഇവിടെയും എന്താണോ ഉള്ളത് അത് തന്നെ ആയിരിക്കണം ഇപ്പുറത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? 38 and 52. വെരി ഗുഡ്. 38 and 52 എന്ന് പറയുന്ന കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അപ്പൊ sin 38ന് പകരം എത്ര എഴുതാം അവിടെ? cos 52. cos 52 എഴുതാൻ പറ്റും. അത് നമ്മൾ മനസ്സിൽ ഓടി വരണം. sin 52ന് പകരം എന്ത് എഴുതാൻ പറ്റും? cos 38. അപ്പൊ അതിന്റെ അർത്ഥം cos 38 into cos 52 minus cos 52 into cos 38 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos 38 into because a into b or b into a whatever it is the result is same only. അപ്പോൾ cos 38 into cos 52 minus cos 52 into cos 38 means it is equal to 0. കേട്ടോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം cos 38 into cos 52 minus sin 38 വരെ എന്ത് കൊടുക്കാം? cos 52 into cos 38 which is equal to 0. തീർന്ന ആൻസറായി ഒരു സ്റ്റെപ്പിൽ. ശരിയല്ലേ? ഇത് കിട്ടിയതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? No sir. ഒന്ന് പറഞ്ഞേ. ഇഫ് tan 2a is equal to cot a minus 18, tan 2a is equal to cot a minus 18 degree. എങ്ങനെ ചെയ്യാം? tan cot എന്താ റിലേഷൻ? Complement. സോ Complementary. അപ്പൊ എന്ത് പറയാം? 2a plus a minus 18 is equal to 90 degree. അത്രേ ഉള്ളൂ. Is equal to 90 degree. They are complementary. 3a minus 18 is Complementary. So that means 3a minus 18 is equal to 90, or 3a is equal to 90 plus 18. That is 3a is equal to 10. 108. a is equal to 108 by 3. എത്രയാ അത്? 36. ഇത് tan a is equal to cot b ആണെങ്കിൽ you know tan and cot are equal, so their angles are complementary, so a plus b equal to 90 degree.
ഇത് അതുപോലെ അല്ലേ അല്ലേ ഈ ക്വസ്റ്റ്യൻ 4a plus a minus 20 is equal to 4a 90. plus a a minus minus 20 equal to 90. That is 5a minus 20 is equal 20 to is 90. equal to 90 5a degree. is 5 equal is equal to 110. Or a is equal to 110 by 5. എത്ര അത് എത്ര 22. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ എൻ്റെ ഉണ്ടായിരുന്നേ ആളെ ചെയ്തിട്ട് അങ്ങോട്ട് പോവാം അതായിരിക്കും നല്ലത് സൈൻ ബി പ്ലസ് സി ഈക്വൽ ടു കോസ് എ പ്ലസ് ടു എ ബി സി ആർ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ദെൻ ഷോ ദാറ്റ് സൈൻ ബി പ്ലസ് സി ബൈ ടു ഇസ് ഈക്വൽ ടു കോസ് എ ബൈ ടു അതായത് b plus c by 2 plus അതായത് നമുക്ക് എങ്ങനെ എഴുതാം അല്ലെ വി നോ ബി പ്ലസ് സി ബൈ ടു പ്ലസ് പറഞ്ഞു അതെ a by 2 എ ബൈ ടു ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് ഇത് നമുക്ക് കാണിക്കാനാ പറയുന്നത്. അതിന്റെ അർത്ഥം നോക്ക്, ഷോ ദാറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല മക്കളെ, മനസ്സിലായില്ലേ? ഇവിടുത്തെ പ്രശ്നം അതാണ്. ഇത് നമുക്ക് കാണിക്കാനാ പറയുന്നത്. സൈൻ ബി പ്ലസ് സി ബൈ ടു എന്ന് പറയുന്നത് കോസ് എ ബൈ ടു എന്ന് കാണിക്കാനാ പറയുന്നത്. എ ബി സി എന്ന് പറയുന്നത് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പൊ ഇന്റീരിയർ ആംഗിൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? interior angles and a plus b plus c is equal to 180 ഡിഗ്രി. അത് നമുക്കറിയാം അല്ല. ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ദ സം ഓഫ് ദി ത്രീ ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആൻസറിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ബി പ്ലസ് സി ബൈ ടുവിന് എ ബൈ ടുവിന് തുല്യമെന്ന് പ്രൂവ് ചെയ്യാനാ പറയുന്നത്. അപ്പൊ വി ഹാവ് ടു ഫൈൻഡ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബി പ്ലസ് സി ബൈ ടു ആൻഡ് എ ബൈ ടു. അതാണ് അവിടുത്തെ പ്രശ്നം അല്ലെ? നമുക്കൊരു ബി പ്ലസ് സി ബൈ ടുവും എ ബൈ ടുവും തമ്മിൽ ഒരു റിലേഷൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് പറയാൻ പറ്റും. കാരണം ഇവിടെ ഇപ്പുറത്ത് നോക്കുമ്പോൾ അറിയാം ദിസ് ഇസ് സൈൻ ആൻഡ് ദിസ് ഇസ് കോസ്. അപ്പൊ ഏതായിരിക്കണം ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്? ഇതിനെ a plus b plus c നെ അല്ല, ഞാൻ ചോദിച്ചത് മോളെ, ഈ റിലേഷൻ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനാ പറയുന്നത്. ഇവിടെ നമുക്കറിയാം സൈനും കോസും ആണ് ഈക്വൽ ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ ഈ ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കണം? കോംപ്ലിമെന്ററി ആയിരിക്കണം. അതായത് നമ്മുടെ കയ്യില് ഇഫ് യു ഹാവ് ദ റിലേഷൻ ബി പ്ലസ് സി ബൈ ടു പ്ലസ് എ ബൈ ടു ഈക്വൽ ടു എത്ര 90 ഡിഗ്രി എന്നുള്ള ഒരു റിലേഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് ട്രൂ ആണ്. യെസ് ഓർ നോ? ഇഫ് യു ക്യാൻ ഷോ ദാറ്റ്, നമ്മൾ ഈ പ്രൂഫ് തന്നെ ഇതാണ് പ്രൂവ് ചെയ്യാൻ പറയുന്നതെങ്കിൽ നമുക്കറിയാം ഇഫ് യു ക്യാൻ ഷോ ദാറ്റ് ബി പ്ലസ് സി ബൈ ടു പ്ലസ് എ ബൈ ടു ഈസ് 90 ഡിഗ്രി then that ends the proof. Yes or no? Yes or no? കാരണം എന്താ, സൈൻ ഇസ് ഈക്വൽ ടു കോസ് വരുമ്പോൾ അതിന്റെ അർത്ഥം അതിന്റെ ആംഗിൾസും എന്തായിരിക്കണം? കോംപ്ലിമെന്ററി ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇത് സംഭവിക്കണമെങ്കിൽ ഈ ബി പ്ലസ് സി ബൈ ടു എ ബൈ ടു കൂടെ കൂട്ടി എത്ര കിട്ടണം എന്ന് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും? എത്ര കിട്ടണം എന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും? 90 കിട്ടണമെന്ന് പ്രൂവ് ചെയ്യണ്ടേ? പ്രൂവ് ചെയ്യേണ്ടി വരും. 90 ആണെങ്കിൽ ഇത് സംഭവിക്കും. പക്ഷെ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന എ പ്ലസ് ബി പ്ലസ് സി ആസ് 190 ഡിഗ്രി. ദാറ്റ് ഈസ് ആക്ച്വലി ഫ്രം ദിസ് കണ്ടീഷൻ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഡിവൈഡഡ് ബൈ 2 കാണുന്നുണ്ട്. എല്ലാത്തിലും ആ 2 ഉണ്ട് അല്ലെ? സോ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് കണ്ടുപിടിച്ച് നോക്കാം അല്ലെ? ഡിവൈഡിങ് ദ ഹോൾ തിങ് ബൈ 2, ദാറ്റ് ഈസ് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? 180 ബൈ 2 അല്ലെ? ദാറ്റ് ഈസ് എന്താ? എ ബൈ 2 പ്ലസ് ബി ബൈ 2 പ്ലസ് സി ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 90 ഡിഗ്രി. ഇതിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എ ബൈ 2 പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടുന്നു? ഈക്വൽ ടു 90 ഡിഗ്രി. സോ ദിസ് ഫ്രം ദിസ് വാട്ട് യു ക്യാൻ റൈറ്റ് സൈൻ ഓഫ് എ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സൈൻ ഓഫ് ബി പ്ലസ് സി ബൈ 2. വി പ്രൂവ്ഡ്. നൗ വി പ്രൂവ്ഡ്. ശരിയല്ലേ? ശരിയല്ലേ? ശരിയല്ലേടേ? ശരിയല്ലേ? ഇത് സംഭവിച്ചത് കൊണ്ടാണ്. സിൻസ് വി നോ ഇഫ് x plus a is equal to 90, sin x is equal to cos a. This is not only for sin, it is for sec and cosec. It's for tan and cot.
ദാറ്റ് ഓൾസോ. അപ്പോൾ ഇവിടെ സൈനും കോസും മാത്രമല്ല, സീക്കും കൊസീക്കും വരാം, ടാനും കോട്ടും വരാം. എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന രീതി ഇതാണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ വി ഷുഡ് ഹാവ് ദിസ് റിലേഷൻ എ ബി പ്ലസ് സി ബൈ ടു പ്ലസ് എ ബൈ ടു എന്ന് പറഞ്ഞാൽ 90 ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. അത് 90 ഡിഗ്രി ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ രണ്ട് ആംഗിൾസും എന്താണ്? ഇറ്റ് ഈസ് ലൈക്ക് എ ആൻഡ് എക്സ്. എ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 90 മീൻസ് സൈൻ എ ഇസ് ഈക്വൽ ടു കോസ്, ഇത് കോസ് അല്ലേ, സോറി, കോസ് ബി പ്ലസ് സി ബൈ ടു. ഓക്കെ, ക്ലിയർ അല്ലേ? Yes, sir. Yes, sir. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞിട്ട് ബാക്കി എൻ്റെ ഉള്ളത് ഐ ഗിവ് യു ആസ് എ ഓക്കെ. സൈൻ 67ഉം കോസ് 75ഉം ഇൻ ടേംസ് ഓഫ് 0 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇറ്റ് ഈസ് ആൻ ആംഗിൾ മോർ ദാൻ 45 ഡിഗ്രി. അപ്പോൾ 67 എന്ന് പറയുന്നത് മോർ ദാൻ 45 ആണെങ്കിൽ വാട്ട് അബൌട്ട് ഇറ്റ്സ് കോംപ്ലിമെന്റ് ഓഫ് 67? എടേ, രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടും. അതാണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആംഗിൾ മോർ ദാൻ 45 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Less than 45. ലെസ് ദാൻ 45. അപ്പൊ നമുക്ക് ഈ കണ്ടീഷൻ വാലിഡ് ആവൂലേ അവിടെ? അപ്പൊ അതിന്റെ അർത്ഥം ഈ 67ന്റെയും 75ന്റെയും കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചാൽ മതി എന്നർത്ഥം. വാട്ട് ഈസ് ദ കോംപ്ലിമെന്റ് ഓഫ് 67? വാട്ട് ഈസ് ദ കോംപ്ലിമെന്റ് ഓഫ് 67? 23 ഡിഗ്രി. വാട്ട് ഈസ് ദ കോംപ്ലിമെന്റ് ഓഫ് 75 ഡിഗ്രി? 15. 15 ഡിഗ്രി. പക്ഷേ നമുക്കിപ്പോൾ നമ്മൾ കോംപ്ലിമെന്റ് ഓഫ് ദ ആംഗിൾസ് ടേക്കൺ. അപ്പൊ നമുക്ക് അത് ഇതിന് തുല്യമായിട്ട് വരണമെങ്കിൽ വാട്ട് ഓൾസോ ടു ബി ടേക്കൺ? The complement of the ratio. What is the complement of sine ratio? Cos. Cos. What is the complement of cos ratio? Sine. Sine. പ്ലസ് കൊടുത്താൽ പോരെ. സോ കോസ് 23 പ്ലസ് സൈൻ 15 തുല്യമായിരിക്കും സൈൻ 67 പ്ലസ് കോസ് 75. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് നിർത്താം. എൻ്റെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനത് ഇപ്പം തരണോ അതോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണോ? അത് എനിക്ക് സെലക്ട് ചെയ്ത് എടുക്കേണ്ടി വരും കേട്ടോ. സാർ, പ്രീ ബോർഡിന് മുമ്പ് ഒരു ടെസ്റ്റ് പോലെ കാണത്തില്ലേ? പ്രീ ബോർഡിന് മുമ്പ് എങ്ങനെ മോളെ? ഇപ്പം തന്നെ എത്ര 21 ആയി. എനിക്ക് ഈ ചാപ്റ്റർ തീർക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഐ ട്രൈ. കാരണം പ്രീ ബോർഡ് എന്ന് പറഞ്ഞാൽ അതൊരു മഹാസംരംഭമാക്കി വെച്ചിരിക്കുക. എന്താ പറയുക ഞാൻ? അതല്ല സാർ, ഇത്